എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജോബിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ്. പുതിയ ജോബ് വന്നിട്ടുണ്ട്, അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ്. കുറച്ച് ദിവസമായി ഞാൻ ഈ ജോബിൻ്റെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് വിസയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ ഹോളിഡേ ടൈം ആയതുകൊണ്ട് കറക്റ്റ് അപ്ഡേഷൻസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 പൊസിഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GI ഡക്റ്റിംഗ് ഇല്ലേ, GI ഡക്റ്റിങ്ങിൻ്റെ ഇൻസ്റ്റലേഷനിലേക്ക്. അതുപോലെ തന്നെ അതിനകത്ത് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് വേണം, അതിൻ്റെ വർക്ക് വീഡിയോ വേണം, പിന്നെ അതിനകത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഫിക്സ് ചെയ്യുന്നത്. അൺസ്കിൽഡ് വർക്കല്ല, ഇത് സ്കിൽഡ് വർക്കാണ്. സോ വർക്ക് അറിയാവുന്നവർ മാത്രം ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം ഞാൻ പോസ്റ്റ് ഇടുമ്പോഴത്തേനും കൂടുതലും വരുന്നത് അൺസ്കിൽഡ് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അതൊരിക്കലും ഞാൻ അവരുടെ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷേ ഈ ജോബ് സ്കിൽഡ് വർക്കാണ്. സോ മാക്സിമം സ്കിൽഡ് ആയിട്ടുള്ളവർ തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് വന്നിട്ടുള്ളതും സ്കിൽഡ് വർക്ക് തന്നെയാണ്, ലെയ്ത്ത് വർക്കാണ്. ലെയ്ത്ത് വർക്കിനകത്തും എക്സ്പീരിയൻസ് മസ്റ്റാണ്. അതും നമുക്ക് വർക്കിംഗ് വീഡിയോ വേണം, ഒപ്പം തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടാകുന്നതാണ്. അതിനകത്ത് നമുക്ക് സാലറി ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റിജക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട്. കാരണം അത് പല ഏജൻറ്റ് ത്രൂ പോയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. പക്ഷേ അതിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കമ്പനി എനിക്ക് വന്നിട്ടുള്ള എൻ്റെ ഒരു കണക്ക് അങ്ങനെ 45-50 പേർക്ക് മേളിൽ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം തന്നെ സെയിം ഓഫർ ലെറ്ററാണ് പോയിട്ടുള്ളത്. അവരുടെ ഏകദേശം പേര് ഇത് റിജക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ആ കമ്പനികളുടെയൊക്കെ പേരിൽ ബംഗ്ലാദേശിൽ വരെ ഒരുപാട് പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശുകാർക്ക് ഈ ഒരു ഓഫർ ലെറ്റർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഓഫർ ലെറ്ററൊക്കെ മേടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് വാങ്ങുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു അൺസ്കിൽഡിൻ്റെ വേക്കൻസീസ് വരുന്നുണ്ട്, പക്ഷേ മീറ്റിംഗ് ഒന്നും ഫിനിഷ് ആവാത്തതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇടാത്തത്. എന്തായാലും അടുത്തൊരു വീഡിയോ മിക്കവാറും അതിൻ്റേതായിരിക്കും, പ്രതീക്ഷിക്കാം. പിന്നെ എടുത്തു പറയാനുള്ളത്, അൺസ്കിൽഡ് വർക്ക് അത്ര ഈസി ജോബൊന്നുമല്ല, അത്യാവശ്യം നല്ല ഹാർഡ് വർക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ വിളിച്ച് നമുക്ക് ഈ ജോബ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനോട്ട് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് പലർക്കും ഈ ഒരു അൺസ്കിൽഡ് വർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിന് മെയിൻ കാരണം നമുക്ക് ഈ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു അധികം ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമായിട്ട് ജോലിക്ക് വരുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം സാധാരണ ഗൾഫിൽ പോയിട്ടുള്ളവർക്ക് ആ ഒരു കഷ്ടപ്പാട് അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു അൺസ്കിൽഡിന് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ജോബ് ഒത്തിരി ഹാർഡ് വർക്കാണെന്ന് ഫിക്സ് ചെയ്ത് തന്നെ വരിക കേട്ടോ. അല്ലാതെ അത്ര ഒരു സോഫ്റ്റ് വർക്കാണ്, യൂറോപ്പാണെന്നുള്ള ലെവലിലൊന്നും വരണ്ട. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും മീറ്റിംഗ് ആയിട്ട് കൂടി പിന്നെ പുതിയ ജോബ് വേണം, ഈ ജോബ് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറേണ്ടി വരും. സോ മാക്സിമം നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരിക. പിന്നെ സെർബിയ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സെർബിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്ന രാജ്യം തന്നെയാണ്. പിന്നെ നമ്മൾ വരുന്ന കമ്പനിയുടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഡെലിവറി ജോബിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവർക്ക് അത്ര ഒരു സുഖകരമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുണ്ടായിരുന്നത്. കാരണം 800 യൂറോ കണ്ട സാലറി പറഞ്ഞു വന്നിട്ട് ഇവിടെ വന്നപ്പോൾ 600 ആയി. പിന്നെ അതിന് ടാർഗറ്റ് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് ടാർഗറ്റ് ഓടിക്കിട്ടാന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നില്ല, കുറേ പേർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് അത്. സോ എന്തായിരുന്നാലും ഈ അത്ര ഈസി വർക്കാണിതൊന്നും എന്ന് ഈസി ജോബാണെന്ന് വിചാരിച്ചാരും വരരുത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ വരിക. നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ബൈ.